ഒരു ചോദ്യം, അന്യ സ്ത്രീകളോട് സംസാരിക്കുന്നത് തെറ്റാണെന്ന് ഇസ്ലാമിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇവിടെ കണ്ടുവരുന്നത് പ്രായപൂർത്തിയായ മക്കളെ കല്യാണത്തിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഉറപ്പിച്ചു വിടാറുണ്ട്. ഈ ഒരു കാരണത്താൽ ഈ മക്കൾ സംസാരിച്ചു തുടങ്ങുന്നു. വീട്ടുകാർക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാം. എങ്കിൽ ഇത് ഇസ്ലാമികമായി തെറ്റാണോ? ഇതിൽ ഒരു നിർവചനം നൽകാൻ പറ്റുമോ? അതായത് ഇവിടെയുള്ളൊരു സമ്പ്രദായം ആണെന്ന് തോന്നുന്നു. ഇൻഷാ അല്ലാഹ് അതിനെ സംബന്ധിച്ചിടത്തോളം മുജാഹിദ് ബാലുശ്ശേരി നിങ്ങളോട് സംസാരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മുടെ മുഖാമുഖത്തില് തവസ്സുല്, ഇസ്തിഗാസ, പ്രാർത്ഥന, ആരാധന, അതായത് അഖീദാപരമായ വിഷയങ്ങളാണ് നമ്മൾ ഏറ്റവും പ്രധാനമായി നമ്മൾ ചർച്ച ചെയ്യാൻ വിചാരിച്ചത്. ആ വിഷയകമായി ഒതുങ്ങി നിന്നുകൊണ്ട് ചോദിക്കണം. കാരണം അത് ക്ലിയർ ആയാലേ ബാക്കിയുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ട് കാര്യമുള്ളൂ എന്നുള്ളത് കൊണ്ട് നമ്മൾ അതിൽ തന്നെ കേന്ദ്രീകരിക്കണം. ഏതായിരുന്നാലും ഒരു മുഖാമുഖം എന്ന നിലയിൽ നല്ലൊരു സംശയമാണ്, തീർക്കേണ്ടതാണ് എന്ന നിലയിൽ പറയാണ്. നമുക്കറിയാം, വിവാഹം നേരത്തെ നിശ്ചയിച്ചു വെക്കുക, എന്നിട്ട് ആ ആൺകുട്ടിയും പെൺകുട്ടിയും സംസാരിക്കാൻ ഉള്ള അവസരങ്ങളും നൽകുക. സ്വാഭാവികമായും അവരുടെ നിക്കാഹ് നടന്നിട്ടില്ലല്ലോ, നാളെ അത് വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് തെറ്റിപ്പോവുകയും ചെയ്യാം. അപ്പൊ അവരായി തുടങ്ങി വെക്കുന്ന ഈ ഒരു സംസാരം പിശാച് നമ്മുടെ മുമ്പിലൂടെയും പിന്നിലൂടെയും ഇടത് ഭാഗത്തുകൂടെയും വലത് ഭാഗത്തുകൂടെയും ഒക്കെ പ്രവേശിക്കും. പിശാച് എപ്പോഴും നമ്മളെ തിന്മ ചെയ്യാൻ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതിൽ ഏറ്റവും പ്രധാനമായൊരു കാര്യം, ഈ ആണും പെണ്ണും എന്ന് പറയുന്ന ഈ സംഗതി ലോകത്തെവിടെ ആയിരുന്നാലും, ഇപ്പൊ നമ്മൾ സാധാരണ ഇപ്പൊ ലക്ഷദ്വീപിനെ കുറിച്ചൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞു ഇവിടെ സിനിമാ തിയേറ്ററില്ല, അല്ലെങ്കിൽ വ്യാപകമായ മദ്യഷാപ്പുകളില്ല എന്നല്ലേ നമ്മൾ പറഞ്ഞല്ലോ. പക്ഷെ ആണും പെണ്ണും ഉണ്ട്. ആണും പെണ്ണും ലോകത്ത് എന്തൊക്കെ നടക്കുവോ അത് ദ്വീപിലും നടക്കൂ. ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ മറ്റു പ്രദേശത്തെ അപേക്ഷിച്ച് പല തിന്മകളും ഇവിടെ ഇല്ലെങ്കിലും ആണും പെണ്ണും ഒരു പരസ്പര ആകർഷണത്വമുണ്ടല്ലോ. ഒരു പെൺകുട്ടി അന്യ സ്ത്രീ, അവളോട് സംസാരിച്ചു തുടങ്ങുക, പിന്നെ അടുത്ത ഫോൺ കോളിന് കാത്തു നിൽക്കുക, അടുത്ത ഫോൺ കോളിന് കാത്തു നിൽക്കുക. അത് വിവാഹത്തിന് മുമ്പ് തന്നെ പല സ്ഥലത്ത് വെച്ച് കാണാനും അനാവശ്യമായി സ്പർശിക്കാനും ചുംബിക്കാനും ഒക്കെ കാരണമാകാറുണ്ട് ലോകത്തെല്ലായിടത്തും. അതുകൊണ്ട് അതൊരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, നമുക്ക് അല്ലാഹു തിൽക ഹുദൂദുല്ലാഹ് വമൻ യതഹദ്ദ ഹുദൂദല്ലാഹ്, അല്ലാഹു ഒരുപാട് അതിർവരമ്പുകൾ വെച്ചിട്ടുണ്ട്. ആ അതിർവരമ്പുകളെ ഒരു കാരണവശാലും ലംഘിക്കുന്ന അവസ്ഥ ഇപ്പൊ സെൽഫി ലോകത്ത് നിങ്ങൾക്കറിയാം. ഇപ്പൊ വിവാഹം ആലോചിക്കുന്ന ഒരു പെണ്ണിന്റെ ഫോട്ടോ വരെ കൈമാറുന്നത് പിതാവിന്റെ കൂടെ ആയിരിക്കണം. എന്നിട്ട് അത് പയ്യനെ കാണിച്ച ഉടനെ അയാൾ തിരിച്ചു വാങ്ങണം. അത് ആ പയ്യൻ വെച്ച് നിൽക്കാൻ പാടില്ല എന്നുവരെ ലോകത്തിലെ ഉലമാക്കൾ അതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുണ്ട്. ഉമ്മമാരാണ് അത് ഏറെ ഗൗരവമായി കാണേണ്ടത്. ഉപ്പമാർക്കും അതിൽ വലിയ ബാധ്യതയുണ്ട്. അതുകൊണ്ട് ഏതായിരുന്നാലും വളരെ നേരത്തെ കല്യാണം പറഞ്ഞു വെക്കുകയും അവരുമായുള്ള ഫോണും സംസാരവും അവരെവിടെ വെച്ച് കാണലും ഒന്നും ഇസ്ലാമികമായി ശരിയല്ല. നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടത് ഫുജൂറും തഖ്വയും അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. അതായത് ചിന്മയിലേക്ക് ചായുന്ന ഒരവസ്ഥയുള്ള മനസ്സ്. വമാ ഉബർരിഉ നഫ്സി ഇന്നൻ നഫ്സല അമ്മാറത്തും ബിസ്സൂ ഇല്ലാ മാ റഹിമ റബ്ബി ഇന്ന റബ്ബി ഗഫൂറുർ റഹീം. 12-ാം അധ്യായം സൂറത്ത് യൂസുഫിലെ 53-ാമത്തെ വചനം. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞതായും അല്ല സുലേഖയുടെ വാക്കായും ഒക്കെ പണ്ഡിത ലോകത്ത് അഭിപ്രായങ്ങളുള്ളൊരു വിഷയമാണ്. ഞാൻ എന്റെ നഫ്സിനെ അങ്ങനെ പരിശുദ്ധപ്പെടുത്തുന്നില്ല. മനുഷ്യന്റെ ആത്മാവ് അല്ലെങ്കിൽ മനുഷ്യന്റെ മനസ്സെന്ന് പറയുന്നത് തെറ്റിലേക്ക് ചാഞ്ഞു പോകുന്നതാണ്. തീർച്ചയായും ഇല്ലാമാ റഹിമ റബ്ബി, എന്റെ റബ്ബിന്റെ കാരുണ്യം ലഭിച്ചവരല്ലാതെ എന്ന് പറയുന്നുണ്ട്, പടച്ചോന്റെ കാരുണ്യം ലഭിച്ചവരല്ലാതെ. അതുകൊണ്ട് നമ്മളെപ്പോഴും ഒരു അന്യ സ്ത്രീയുമായുള്ള സംസാരമാകട്ടെ, നോട്ടമാകട്ടെ, ഇരുത്തമാകട്ടെ, എന്തുമാകട്ടെ, അത് നമ്മളെ തിന്മയിലേക്ക് എത്തിക്കും. നമ്മളെല്ലാവരും ആഗ്രഹിക്കണം എന്താണ്? തിന്മയിൽ നിന്ന് രക്ഷപ്പെട്ട് നന്മയിലേക്ക് എത്താനാണ്. മാത്രമല്ല, തിന്മ ചെയ്യുന്നത് വരെ മനുഷ്യനെ അത് പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. നമ്മളൊരു വോയിസ് കേട്ടു, പിന്നെ നമുക്ക് കാണണമെന്ന് തോന്നും, പിന്നെ നമുക്ക് വേറെ എവിടെയെങ്കിലും മാറിയിരിക്കണമെന്ന് തോന്നും. അങ്ങനെ പലതിലേക്കും അത് എത്തിക്കും. അവസാനം ഒരിക്കലും പാടില്ലാത്ത വ്യഭിചാരത്തിലേക്ക് മനുഷ്യനത് കൊണ്ടെത്തിക്കും. നമ്മൾ ഒരു കാരണവശാലും അത്തരത്തിലുള്ള കവാടങ്ങൾ തുറന്നു കൊടുക്കരുത്, സൂക്ഷിക്കുകയാണ് വേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഗംഭീരമായി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഉമ്മമാരും ഉപ്പമാരും അത് ശ്രദ്ധിക്കുകയും വളർന്നു വരുന്ന മക്കൾ അത് നിക്കാഹ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സംസാരവും കാര്യങ്ങളൊക്കെ നമുക്ക് അനുവദനീയമാണ്. ആ പെണ്ണ് അതിനു മുമ്പ് നമുക്ക് അവൾ അനുവദനീയമല്ല.
അവളോട് എന്തെങ്കിലും നമുക്ക് പറയാനോ ചോദിക്കാനുണ്ടെങ്കിൽ അവളെ ഉപ്പ മുഖാന്തരം അവളുടെ ഉമ്മ മുഖാന്തരം അത് ചോദിച്ച് ക്ലിയർ ചെയ്യാന്നല്ലാതെ അവർ തമ്മിൽ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന ഒരു സംഗതി ഇസ്ലാമികമല്ല, പാടില്ലാത്തതാണ്. പല ദുരന്തങ്ങളും ലോകത്തുണ്ടാക്കിയിട്ടുണ്ട്. ചെയ്യരുത്. അള്ളാഹു നമ്മെ സൂക്ഷ്മത പുലർത്താൻ കൂടുതൽ നമുക്ക് പക്വത നൽകി അനുഗ്രഹിക്കും.